നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പം തീരെ വൃത്തിയില്ലെന്ന് തോന്നിയതോ അല്ലെങ്കിൽ വൃത്തി മെച്ചപ്പെടുത്തണമെന്ന് തോന്നിയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. കാരണം ഞാൻ ഈ സംസാരിക്കാൻ പോണ വിഷയം റെസ്റ്റോറൻറ്റിൻ്റെ വൃത്തിയെ പറ്റിയാണ്. ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് രുചികരമായ ഭക്ഷണം എത്രത്തോളം പ്രധാനമാണോ അത്രയോ അതിൽ കൂടുതൽ പ്രധാനമാണ് വൃത്തി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നല്ല രുചിയുള്ള ഭക്ഷണം വിളമ്പിയാലും റെസ്റ്റോറൻറ്റും പരിസരവും വൃത്തിയില്ലെങ്കിൽ ഉപഭോക്താക്കൾ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് വരണമെന്നില്ല. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഇതിനകത്തുണ്ട്. ഡൈനിങ് ഏരിയയും ഫേർണിച്ചേഴ്സും അത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആദ്യം വരുന്നതും കാണുന്നതുമായിട്ടുള്ള ഒബ്ജക്റ്റ് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഈ ഇടം നമ്മൾ എപ്പോഴും ഒരു തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കിച്ചൺ ഹൈജീനാണ്. ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം അത് എപ്പോഴും അണുവിമുക്തമായിരിക്കണം. പാത്രങ്ങൾ, കട്ടിംഗ് ബോർഡുകൾ, കത്തികൾ എന്നിവ കൃത്യമായി കഴുകി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനൊരു SOP ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നല്ലതായിരിക്കും. കിച്ചൺ ഹൈജീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാഫിൻ്റെ ഹൈജീൻ. ജീവനക്കാരുടെ വ്യക്തിശുദ്ധി എന്ന് പറയുന്നത് പ്രധാനമാണ്. നല്ല വൃത്തിയുള്ള യൂണിഫോം, തലമുടി മറയ്ക്കുന്ന ക്യാപ്പുകൾ, ഗ്ലൗസുകൾ എന്നിവ നിർബന്ധമാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഏറ്റവും ശ്രദ്ധിക്കുന്ന മറ്റൊരു മേഖലയാണ് വാഷ്റൂമുകൾ എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റ്സിൻ്റെ വൃത്തി അളക്കാൻ പലരും ആദ്യം നോക്കുന്നത് അവിടുത്തെ വാഷ് ബേസിനും ടോയ്ലറ്റും ഒക്കെ വൃത്തിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അവ എപ്പോഴും ഡ്രൈ ആയും ദുർഗന്ധമില്ലാതെയും സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. റെസ്റ്റോറൻറ്റ് മേഖലയിൽ വേസ്റ്റ് കൈകാര്യം ചെയ്യാന്ന് പറയുന്ന ഒരു തലവേദന പിടിച്ച പണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിലെയും ഡൈനിങ്ങിലെയും മാലിന്യങ്ങൾ കൃത്യസമയത്ത് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഈച്ചയോ മറ്റു കീടങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ അതിന് കൃത്യമായിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നൊക്കെ വെച്ച് അടച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇനി പറയാൻ പോണ കാര്യം കേരളത്തിൽ പൊതുവെ അങ്ങനെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് പെസ്റ്റ് കൺട്രോൾ. കൃത്യമായ ഇടവേളകളിൽ പ്രൊഫഷണലായിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ പാറ്റ, ഈച്ച, എലി എന്നിവയുടെ ശല്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റും പലതും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള SOP ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എപ്പോൾ നടപ്പിലാക്കുക, ഏതൊക്കെ സമയങ്ങളിൽ നടക്കുക, അത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുക. ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും അതിനുള്ള ചെക്ക് ലിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റിലും സ്ഥിരം നടപ്പാവുന്നൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ SOP ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന റെസ്റ്റോറൻറ്റ് ഓണറാണോ നിങ്ങൾ എങ്കിൽ അതിന് നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് പ്രോഫിറ്റ് ആണ്.